തിരിച്ചുവരാം. പാലക്കാട്ട് 23-ാം തീയതി തീരുമാനമായിരുന്നു MLA ആരെന്ന്. ഒപ്പം ചേലക്കരയിലും 2 MLA-മാരുടെയും സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. നിയമസഭാ ലോഞ്ചിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും ഉൾപ്പെടെയുള്ളവർ എത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, സത്യപ്രതിജ്ഞ തുടങ്ങാറായോ? ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം UR പ്രദീപ് എന്നിവരുടെ സത്യപ്രതിജ്ഞ നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കും. മുഖ്യമന്ത്രിയും ഒപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മന്ത്രിമാരും MLA-മാരടക്കം എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം സ്പീക്കർ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ 2 പേർ അവർ നിയമസഭാ സാമാജികരായി അവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തിച്ചത്. പാലക്കാട്ട് നിന്നും ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അടക്കമുള്ള CPM നേതാക്കളും UR പ്രദീപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹാൾ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ 12 മണിക്കാണ് നേരത്തെ സമയം നിശ്ചയിച്ചത്. കൃത്യസമയത്ത് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ, സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. നിയമസഭാ ലോഞ്ചിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 നിയുക്ത MLA-മാരുടെയും കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ടോ സത്യപ്രതിജ്ഞ കാണാൻ? സുജയ, കുടുംബാംഗങ്ങളുണ്ട്. UR പ്രദീപിന്റെയും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കുടുംബാംഗങ്ങളും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ മുൻനിരയിൽ തന്നെയുണ്ട്. അതിനൊപ്പം നേതാക്കളും അവരുടെ മണ്ഡലത്തിൽ നിന്നുള്ള പ്രാദേശിക നേതാക്കളടക്കം അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സംസ്ഥാന നേതാക്കളും എല്ലാവരുമുണ്ട്. കഴിഞ്ഞ 2 തവണ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്ത് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ സ്പീക്കറുടെ ചേംബറിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉമ തോമസ് സത്യപ്രതിജ്ഞ ചെയ്തത്. പിന്നീട് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചപ്പോൾ അന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ചാണ്ടി ഉമ്മൻ ലഭിച്ചു. പക്ഷേ ഇത് ഒരു വലിയ പരിപാടിയാക്കി മാറ്റി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ എന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നു. വലിയ സദസ്സിന് മുന്നിലാണ് പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം ചേലക്കര MLA ആയി UR പ്രദീപും അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യുക. സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വേദിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒപ്പം മന്ത്രിമാരുമുണ്ട്. ഏതാണ്ട് ക്യാബിനറ്റ് കഴിഞ്ഞ് മന്ത്രിമാരൊക്കെ ഇങ്ങോട്ടേക്ക് ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നതേയുള്ളൂ. ഇപ്പോൾ വേദിയിൽ റവന്യൂ മന്ത്രി K രാജൻ, ഒപ്പം കടന്നപ്പള്ളി, അങ്ങനെ ഓരോ പാർട്ടികളെ പ്രതികരിച്ചുള്ള മന്ത്രിമാരാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം സദസ്സിൽ മുൻനിരയിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, ഒപ്പം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും പ്രധാനപ്പെട്ട PM സുധീരൻ അടക്കമുള്ള നേതാക്കളും MM ഹസൻ, UDF കൺവീനർ MM ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമുണ്ട്. ഒപ്പം ഷാഫി പറമ്പിൽ, VK ശ്രീകണ്ഠൻ, PC വിശ്വനാഥ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം വഹിച്ച UDF നേതാക്കളും എത്തിയിട്ടുണ്ട്. ചേലക്കരയിലും സമാനമായി CPM നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. ഇപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നിയമസഭാ സെക്രട്ടറി ചടങ്ങിന് സ്വാഗതം ആശംസിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. ചേലക്കര MLA ആയി UR പ്രദീപും പാലക്കാട് MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്യും. 61 ചേലക്കര നിയോജകമണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീ UR പ്രദീപ്, 56 പാലക്കാട് നിയോജകമണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർ നിയമസഭാംഗമായി ശപഥം അഥവാ പ്രതിജ്ഞ ചെയ്യുന്നതിന് ഹാജരായിട്ടുണ്ട്. ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ശ്രീ UR പ്രദീപ്.
യു ആർ പ്രദീപ് എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്ന് ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ചേലക്കര MLA ആയി യു ആർ പ്രദീപ് സഗൗരവം പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ദൃഢപ്രതിജ്ഞയാണ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി രാഹുൽ മാങ്കൂട്ടത്തിൽ.